ഞാൻ ബഹുമാനപ്പെട്ട ആനക്കര സി കോയക്കുട്ടി മുസ്ലിയാർ പ്രസിഡന്റും ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായുള്ള സമസ്തയാണ് യഥാർത്ഥ സമസ്ത എന്നും അതിൽ പൂർണ്ണമായും വിശ്വാസമുള്ള വ്യക്തിയാണ് ഞാൻ എന്നും ഒരു കാരണവശാലും വ്യാജ എപി സമസ്തയിലോ സംസ്ഥാനയിലോ എൻ്റെ ഒരു നിലക്കുമുള്ള സഹകരണമോ പ്രവർത്തനമോ യൂണിറ്റ് തലത്തിലോ അല്ലാതെയോ ഉണ്ടാവുകയില്ലെന്നും യഥാർത്ഥ സമസ്തക്കും കീഘടകങ്ങൾക്കും മനസ്സ വാച കർമ്മണ എൻ്റെ എല്ലാവിധ സഹകരണങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടാകുമെന്നും ഇതിന് വിരുദ്ധമായി വല്ലതും എന്നിൽ നിന്നും കണ്ടാൽ യൂണിറ്റ് കമ്മിറ്റിക്ക് സമസ്ത ഓഫീസുമായി ബന്ധപ്പെട്ട് എൻ്റെ MSR കട്ടാക്കാനും ഞാൻ ജോലി ചെയ്യുന്ന നാട്ടിലെ കമ്മിറ്റിയിൽ എൻ്റെ കപടമുഖം വെളിപ്പെടുത്താനും എനിക്ക് സമ്മതമാണ് എന്നീ മുഅല്ലിം പേരെഴുതി ഒപ്പിടണം. ജോലി ചെയ്യുന്ന മദ്രസയുടെ പേര്, രജിസ്റ്റർ നമ്പർ, പ്രസിഡന്റിന്റെ പേര്, ഫോൺ നമ്പർ, ജനറൽ സെക്രട്ടറിയുടെ പേര്, ഫോൺ നമ്പർ. എന്നിട്ട് പിന്നെ ഇതിൽ നിർദ്ദേശമുണ്ട്, മേൽപ്പറഞ്ഞ നമ്പറുകളിൽ ബന്ധപ്പെട്ടിട്ട് ഈ ഫോൺ നമ്പറും ശരിയോ പ്രസിഡന്റിൻ്റെയും മറ്റൊക്കെ പേര് ശരിയാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒപ്പിട്ട് കൊടുക്കാവൂ, സമയക്കാവും. ഇത് സീല് വെച്ചിട്ട് SKSF യൂണിറ്റ് കൊടുത്താലേ സമസ്തന്റെ MSR ഈ മുഅല്ലിമിന് കിട്ടൂ. ഇത് കുമ്മസാർ എന്നുള്ളത് ശരിയല്ലേ? മുഅല്ലിം സർവീസ് രജിസ്റ്റർ എന്ന് പറയുന്നത് മുഅല്ലിമിന്റെ സർവീസിന്റെ രജിസ്റ്റർ സമസ്തയുടെ ഓഫീസിൽ നിന്ന് കൊടുക്കണമെങ്കിൽ ഇവിടുത്തെ കുട്ടി ഇപ്പൊ ഒപ്പിട്ട് കൊടുത്തെങ്കിലേ അത് കിട്ടുള്ളൂ എന്ന് പറയുന്നത് വളരെ അക്രമപരമല്ലേ? ഇത് ഒഴിവാക്കേണ്ടത് ആരെയാണെന്ന് തിരിഞ്ഞല്ലോ, AP സമസ്തക്കാരെയും സംസ്ഥാനക്കാരെയും. യഥാർത്ഥത്തിൽ ഇത് ഈ പരിപാടിയും ക്യാമ്പയിനും തീരുമാനിക്കുമ്പോൾ സംസ്ഥാനക്കാരിങ്ങനെ രേഖയിൽ ഒഴിവാക്കപ്പെട്ടതായി ഞാൻ അറിയില്ല കേട്ടോ, എനിക്കറിയില്ല, എൻ്റെ കഥ പറയണം. AP സമസ്തക്കാരെ കൊടുക്കാൻ മാത്രം ഉണ്ടാക്കിയതാണ് നമ്മൾ വിചാരിച്ചത്. ഇത് പിന്നെ കിട്ടിയതാണ്. AP സമസ്തക്കാരായാലും ഇവിടെ മുസ്ലിമീങ്ങളാണ്, സുന്നികളാണ്, അവർക്ക് ജീവിക്കാൻ അവകാശമുണ്ട്, മദ്രസയിൽ ജോലി എടുക്കാൻ അവകാശമുണ്ട്, പള്ളിയിൽ നിൽക്കാൻ അവകാശമുണ്ട്, അതാരും നിഷേധിക്കരുത് എന്ന് പറയാനും അതിൻ്റെ പേരിൽ കടിപിടിയും കലഹവും നാട്ടിൽ ഉണ്ടാക്കരുത് പറയാനുമാണ് ഈ ക്യാമ്പയിൻ വന്നത്. AP സമസ്തക്കാരുടെ കൂട്ടരാണെങ്കിൽ എല്ലാവരും കൂടി ബഹിഷ്കരിച്ചിട്ട് ഒഴിവാക്കപ്പെടുന്ന ഒരു കൂട്ടരാക്കിയിട്ടാണോ നമ്മൾ കാണേണ്ടത്? അങ്ങനെ ചിന്തിക്കാമോ? അതൊന്നും ആർക്കും വരരുത്, ഒരു മുസ്ലിമിനും സംഭവിക്കരുത് ആ ഗതി. അത് ചിന്തിക്കണം എല്ലാവരും. ഒരു മുസ്ലിമിനും ആ ഗതി വരരുത്. ജീവിതാവകാശം നിഷേധിക്കരുത്, അന്നം മുടക്കരുത്, കഞ്ഞി മുട്ടിക്കരുത്. അത് ആരുടെ കാര്യത്തിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. കാരണം മുസ്ലിമീങ്ങളല്ലേ. മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് സഹോദരങ്ങൾ തമ്മിൽ കടപ്പാടുണ്ടല്ലോ. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തും തന്നെ നമ്മൾ പണ്ടേ പഠിക്കുന്നതല്ലേ. ഈ 6 അവകാശങ്ങൾ നമ്മൾ നോക്കുന്നുണ്ടോ? മയ്യത്ത് തുടരുന്നിടത്തോ, രോഗിയെ സന്ദർശിക്കുന്നിടത്തോ, സലാം പറയുന്നിടത്തോ ഈ 2 സംഘടനക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയുന്നത് തന്നെ എങ്ങനെയാകും? പണ്ഡിതന്മാരും മുത്തഅല്ലിമീങ്ങളും മുഅല്ലിമുകളും കണ്ടാൽ തിരിഞ്ഞു നോക്കാത്ത വിധത്തിലാണ് പോവുക. ഇങ്ങനെയല്ലേ സംഭവിക്കുന്നത്? അതുമാത്രമല്ല, ആ രീതിയിൽ പോകുന്ന അവർക്ക് കഞ്ഞി മുട്ടിക്കാന്ന് വന്നാലോ ഒരുപടി മുഅല്ലിമീങ്ങൾ ഈ രംഗം വിട്ടുകൊണ്ട് പുറത്തു പോവുകയാണ്. ഇത്തരം ഒരു സ്ഥിതിവിശേഷത്തിൽ കഞ്ഞി മുട്ടിക്കരുത് എന്ന് പറഞ്ഞത് ഒരു കാര്യമാണ്, ഇത് പറയേണ്ടത് ഒരു വസ്തുതയാണിത്.